പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക കൂട്ടായ്മ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ സഭാരാധനകളിലൊക്കെ ദൈവസന്നിധിയിൽ വരണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും അതിപ്രാധാന്യമൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ജീവിതത്തെ, ആത്മീക ജീവിതം മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മെ അല്ലെങ്കിൽ സ്തോത്രം പല വിധത്തിൽ അറ്റാക്ക് ചെയ്യുന്ന പല പൈശാചിക മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഈ കൂട്ടായ്മയ്ക്കകത്ത് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ദൈവത്തോട് നിലവിളിക്കുകയും പൈശാചിക മണ്ഡലങ്ങളോട് നമ്മൾ എതിർത്ത് നിന്ന് ഒരു സ്പിരിച്വൽ വാർഫെയർ നടത്തുന്ന അനുഭവമാണ് ദേവാലയം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകൾ, ആരാധനകൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരിക്കലും ഈ സ്പിരിച്വൽ വാർഫെയറിനകത്ത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ കടത്തിവിടരുത്. സ്തോത്രം. നമുക്കറിയാം, ഏത് കമ്മിറ്റിക്കകത്തും ഒരു രണ്ട് ഗ്രൂപ്പ് കാണും. ഒന്ന് ഒരു വ്യക്തിയുടെ ഗ്രൂപ്പായിരിക്കും, മറ്റൊരു ഇതുപോലെ തന്നെ ദൈവസഭയ്ക്കകത്തും അല്ലെങ്കിൽ പിശാചിന് ഉപയോഗിക്കാൻ കണക്കായിട്ടുള്ള ചില വ്യക്തികൾ ഉണ്ടാകും, ദൈവത്തിന് ഉപയോഗിക്കാൻ കണക്കാവുന്ന വ്യക്തികളും ഉണ്ടാകും. അപ്പൊ നമ്മളൊരു ദൈവകൃപയെ നമ്മളെല്ലാ പേരും ദൈവത്തിന് ഉപയോഗിക്കുവാൻ ഒത്ത പാത്രമായി തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വചനങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഓരോ ദിവസവും ഹല്ലേലൂയ സ്തോത്രം ദൈവാത്മ വ്യക്തമായിട്ട് നൽകുവാനിടയായി. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന അനേകം ഭാഗങ്ങൾ നമ്മളുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ തുടർമാനമായി ദൂതന്മാരെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് പകൽക്കാലവും ഞാൻ അല്പനേരം, വളരെ ചുരുങ്ങിയ നിമിഷം മാത്രം നമ്മുടെ മുമ്പിലുള്ളൂ. ദൂതന്മാരെ പറ്റി അതിൻ്റെ ബാക്കിയുള്ള പഠനങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ദൂതന്മാരെ പറ്റി പഠിച്ചതായ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിൽ എല്ലാ ഭാഗങ്ങളും സ്പർശിക്കാൻ പറ്റിയതിന് തന്നെ 3 പ്രധാനപ്പെട്ട ദൂതന്മാരെ പറ്റി പഠിച്ചു. രണ്ട് പ്രധാനപ്പെട്ട ദൂതന്മാരെ നമ്മൾ പഠിച്ചു കഴിയാനായിട്ട്. ഒന്ന് അല്ലയോ സ്തോത്രം ലൂസിഫർ, 2 അല്ലയോ സ്തോത്രം ഗബ്രിയേൽ. അപ്പൊ ഈ 2 ദൂതന്മാരെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ലൂസിഫർ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും അകന്നുപോയ ദൂതന്മാരാണ്. ആ അകന്നുപോയ ദൂതന്മാർ 2 തരത്തിൽ ഈ ഭൂമിയിൽ പെടുവാനിടയായിരുന്നു. ഒന്ന്, സ്വതന്ത്രമായി ഉപയോഗിക്കപ്പെടുവാൻ, സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിവുറ്റതായ ദൂതന്മാരും. 2, കെട്ടപ്പെട്ട ദൂതന്മാർ. അപ്പോൾ സ്വാതന്ത്ര്യ ദൂതന്മാരും കെട്ടപ്പെട്ട ദൂതന്മാർ. ഭൂമിക്കടിയിലെ 5 അല്ലയോ സ്തോത്രം പ്രധാനപ്പെട്ട അല്ലയോ സ്തോത്രം അല്ലയോ തട്ടുകളുണ്ട്. അതിലേറ്റവും അടിയാണ് നരകം. അതിന് മുമ്പുള്ളതായ അഗാധ കൂപത്തിലും ഒക്കെയാണ് ഈ അല്ലയോ സാത്താനായിട്ടുള്ള, അതായത് അല്ലയോ സ്തോത്രം ഈ ലൂസിഫറിന്റെ ഒരു സംഘത്തെ, അതായത് കെട്ടപ്പെട്ട ദൂതന്മാരെ അവിടെ വെച്ചിരിക്കുന്നു. എന്നാൽ സ്വാതന്ത്ര്യമായി ഇരിക്കുന്ന ഈ ദൂതന്മാർ ഈ ഭൂമിയിലെ ഈ ലോക ദൈവമെന്നും പല പേരുകൾ അറിയപ്പെടുന്നു. ഈ ലോക ദൈവമെന്നും നമ്മൾ അത് പഠിച്ചതാണ്. ഈ ലോക ദൈവം, അതുപോലെ സാത്താൻ, അതുപോലെ തന്നെ പാർസി രാജ്യത്തിലെ പ്രഭു, ഇങ്ങനെ പലവിധമാകുന്ന പേരുകളിൽ അറിയപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്നു. എന്നാൽ രണ്ടാമത് നമ്മൾ പഠിച്ചു വന്ന ഭാഗം എന്ന് പറയുന്നത് അല്ലയോ സ്തോത്രം ഗബ്രിയേൽ ദൂതനാണ്. ഗബ്രിയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസഞ്ചർ ഓഫ് ദ ഗാഡ് എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന ആലോചനകൾ. 2 വിധത്തിലുള്ള മെസഞ്ചർ. ഒന്ന്, ദൈവം തന്നെ തന്റെ മക്കൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ പറയുവാൻ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ദൂതന്മാരാണ് ഈ ഗബ്രിയേൽ ദൂതൻ. രണ്ടാമതായി, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ദൈവകരങ്ങളിൽ എത്തിക്കുന്ന ഉത്തരവാദിത്വവും ഈ ദൂതന്മാർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 2 അല്ലയോ സ്തോത്രം ദൂതന്മാരെ പറ്റി നമ്മൾ വ്യക്തമായി പഠിക്കുവാനിടയായി തീർന്നു. എന്നാൽ അല്ലയോ ഒരു ചോദ്യം അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വ്യക്തമായിട്ട് പഠിക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞ അങ്ങേഴ്ച പഠിച്ചു. ഒന്ന് അല്ലയോ സ്തോത്രം ആരോട് പ്രാർത്ഥിക്കണം? ദൂതനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തോട് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ യോഗ്യതയുള്ളൂ. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അതുകൊണ്ട് തന്നെ ദൈവത്തോട് മാത്രമേ നിലവിളിക്കുവാനും ഒക്കെ പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഠിച്ചാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ ഇന്ന് അല്ലയോ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് ദൂതന്മാരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സ്തോത്രം ഹല്ലേലൂയ. ദൂതന്മാരെ പ്രാർത്ഥിക്കാനും പറ്റത്തില്ല, ആരാധിക്കാനും പറ്റത്തില്ല. അത് ഞങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, AD 30 മുതൽ പ്രത്യേകിച്ച് യേശു കർത്താവിന്റെ ആ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് അല്ലയോ സ്തോത്രം ദൂതന്മാരെ ആരാധിച്ചു വന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജൂദായിസം,
അതുപോലെ തന്നെ ഇസ്ലാമിസം പോലെ അതിനെ പോലെ തന്നെ അല്ലയോ സ്തോത്രം പല അല്ലയോ മതങ്ങൾ ഈ അല്ലയോ സ്തോത്രം ഈ ദൂതന്മാരെ അല്ലയോ സ്തോത്രം ആരാധിച്ചിരുന്നു. അതിലേറ്റവും അവർ ആരാധിച്ചിരുന്ന ഒരു ദൂതനാണ് ഇന്ന് പഠിക്കാൻ പോകുന്ന മീഖായേൽ ദൂതൻ എന്ന് പറയുന്നത്. ഈ മീഖായേൽ ദൂതനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മീഖായേൽ ദൂതൻ എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ സ്തോത്രം യുദ്ധം ചെയ്യുവാനും പോരാടുവാനും നമ്മെ സഹായിക്കുവാനും വേണ്ടിയാണ് ദൈവം ഈ ഗബ്രിയേൽ ദൂതനെ മീഖായേൽ ദൂതനെ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ മീഖായേൽ ദൂതൻ ദൈവഹിതമല്ലാതെ നാം പോയി കഴിഞ്ഞാൽ അവന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാവും. ദൈവം അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അവരുടെ പേര് പല പേരിൽ അറിയപ്പെടും. അനർത്ഥ ദൂതനെന്നും അല്ലെങ്കിൽ സ്തോത്രം എന്നൊക്കെ ദൈവമക്കളുടെ തന്നെ വെളിപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മീഖായേൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ സ്തോത്രം യുദ്ധം ചെയ്യുവാനും നമുക്ക് വേണ്ടി സംരക്ഷിക്കുവാനും നമ്മെ പ്രൊട്ടക്ട് ചെയ്യുവാനും സമർത്ഥനായി നിൽക്കുമ്പോൾ തന്നെ ദൈവഹിതമില്ലാതെ നാം ഓടിപ്പോയാൽ നിശ്ചയമായി അവൻ അനർത്ഥ ദൂതനായി അതേ നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഈ മീഖായേൽ ദൂതനെ പറ്റി പഠിക്കുമ്പോഴും നമ്മൾ അത് ആഴമായി മനസ്സിലാക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ആത്മീയ ജീവിതം മുൻപോട്ട് പോകേണ്ട ആവശ്യത ഇവിടെ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രാതിനിധ്യമുള്ളൊരു കാര്യമാണ് ദൈവത്തെ അറിയുക, പുത്രനായ ക്രിസ്തുവിനെ അറിയുക, പരിശുദ്ധാത്മാവൻ ദൈവത്തെ അറിയുക. അത് മാത്രമല്ല ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനെ അധിഷ്ഠിതമായി ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ദൈവം തന്റെ മക്കളെ സംരക്ഷിക്കുവാൻ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന രണ്ട് ദൂതന്മാരിൽ അതിശക്തമേറിയതും ഹല്ലേലൂയ സ്തോത്രം ഗാംഭീര്യമുള്ളതായ ഒന്നുകൂടെ പറഞ്ഞ ഘനശാലിയായിട്ടുള്ള ദൂതനാണ് ഈ ഗബ്രിയേൽ ദൂതൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സ്തോത്രം ഈ നമ്മൾ ആദ്യം പഠിച്ച ദൂതൻ ഗബ്രിയേൽ ദൂതനാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ആ ഗബ്രിയേൽ ദൂതൻ എന്ന് പറയുന്നത് നമുക്ക് സന്ദേശങ്ങളെ അറിയിക്കുവാൻ മാത്രമേ അവനുള്ളതായ അർഹത ദൈവം കൊടുത്തിട്ടുള്ളൂ. അവൻ നമുക്ക് പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ എതിർക്കുവാനുള്ള അവകാശം ദൂതന്മാർക്ക് കൊടുത്തിട്ടില്ല. ആ ദൂതന്മാർ കൊടുത്തിട്ടില്ല. അങ്ങനെ പ്രതികരിക്കുവാൻ ശേഷിയുള്ള ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ആരെയാണ്? ഈ മീഖായേൽ ദൂതനാണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഈ മീഖായേൽ ദൂതൻ ദൈവമക്കളുടെ സംരക്ഷണത്തിനായി യുദ്ധത്തിനായിട്ടൊക്കെ ദൈവം ഹല്ലേലൂയ സ്തോത്രം അവസരം കൊടുത്ത് അല്ലെങ്കിൽ അനുവാദം കൊടുത്തിരിക്കുന്ന അനുഭവമാണെന്ന് കാണുവാൻ സാധിക്കും. ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞൊരു ഭാഗമാണ് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ശത്രുവായിട്ട് വെളിപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യകുലം ഉണ്ടായ ശേഷം ശത്രുവായി വെളിപ്പെടുന്നത് ഒരു പക്ഷെ ഈ ദൂതൻ എന്ന് പറഞ്ഞാൽ ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നതിനേക്കാളും ഏറ്റവും അധികം അല്ലെങ്കിൽ ശത്രുവായിട്ട് വെളിപ്പെടുന്നത് മനുഷ്യനാണെന്ന് വ്യക്തമായി ഞാൻ പറയുവാനിടയായിത്തുന്നു. എന്ന് പറഞ്ഞാൽ പിശാച് എന്ത് ചെയ്താലും ദൈവത്തോട് ചോദിച്ച് ചെയ്യത്തുള്ളൂ. ദൈവമക്കളെ തൊട്ട്, പ്രത്യേകിച്ച് ദൈവമക്കളെ തൊടുമ്പോൾ ദൈവത്തോട് ചോദിക്കാതെ ഈ പിശാച് ചെയ്യത്തില്ല. അതിനുള്ള അവകാശം കൊടുത്തിട്ടില്ല. സ്തോത്രം. ഇനി ദൈവം പറഞ്ഞാൽ മാറി നിൽക്കും, ദൈവം പറഞ്ഞാൽ നിശ്ചയമായി അകന്നു നിൽക്കും. പക്ഷേ മനുഷ്യർ ചിന്തിച്ചു നോക്കിക്കേ, ദൈവം എത്രയോ കാര്യങ്ങൾ വചനത്തിലൂടെ വ്യക്തമായ ആലോചന നൽകിയിട്ടും, പരിശുദ്ധാത്മ വ്യക്തമായ ആലോചന നൽകിയിട്ടും, പ്രവാചകന്മാരിലൂടെ, ദൂതുകളിലൂടെ, ദൈവസഭയിലൂടെ, ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഇടയന്മാരിലൂടെ നല്ല ആലോചനകൾ കേട്ടിട്ടും പലപ്പോഴും കേൾക്കാതെ പോകുന്നത് മനുഷ്യരാണ്. എന്നാൽ ഈ മനുഷ്യകുലത്തെ സഹായിക്കുവാൻ ദൈവം പിന്നെയും സ്നേഹം കൊടുത്ത് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സംരക്ഷണമായി വെച്ചിരിക്കുന്ന ദൂതന്മാരാണ് മീഖായേൽ ദൂതന്മാർ എന്ന് പറയുന്നത്. ഈ മീഖായേൽ ദൂതനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പഠിക്കാനുണ്ടെങ്കിൽ തന്നെയും നമ്മൾ 2-3 ഭാഗങ്ങൾ ഇന്ന് പകൽക്കാൻ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിന്റെ പ്രവചനം 10-ാം അധ്യായം 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. Daniel chapter 10 verse 13 please. മതി. നമ്മൾ പ്രത്യേകിച്ച് ഗബ്രിയേൽ ദൂതനെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു അല്പം നമ്മൾ സ്പർശിച്ചുവെങ്കിലും ഇവിടെ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ദാനിയേൽ ദൈവത്തോട് നിലവിളിക്കുന്നു. പക്ഷേ ദാനിയേലിന്റെ പ്രാർത്ഥനയെ
ഒറ്റ നിമിഷം കൊണ്ട് കിട്ടേണ്ട പ്രാർത്ഥനയുടെ മറുപടിയെ ആര് തടഞ്ഞു വെക്കുകയാണ്? പാർസി രാജ്യത്തിലെ പ്രഭു എന്നറിയപ്പെടുന്ന സാത്താൻ, സ്തോത്രം, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ദൈവം എന്നറിയപ്പെടുന്ന ഈ സാത്താൻ, ഈ ലൂസിഫർ എന്ത് ചെയ്യാണ്? തടഞ്ഞു വെക്കുകയാണ്. ആ തടഞ്ഞു വെച്ചതിനെ, ഹല്ലേലൂയ സ്തോത്രം, ആ തടയാതിരിപ്പാൻ തക്കവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, അവരെ ഒന്ന് സഹായിക്കാൻ വന്ന ദൂതനാണ് ഈ മിഖായേൽ ദൂതൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ ഈ പ്രാർത്ഥനയിൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥ ദൂതന്മാരോടില്ല. ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് കത്തോലിക്ക പോലെയുള്ള പല സമുദായങ്ങൾ അല്ലെങ്കിൽ ദൂതന്മാരോട് പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എങ്കിലും ഞാൻ പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത്, അങ്ങനെ ദൂതനോട് പ്രാർത്ഥിക്കുവാൻ വ്യവസ്ഥയില്ല. ഒരു മനുഷ്യനോടും പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ ദൈവം അവസരം കൊടുത്തിട്ടില്ല. ഈ ദൂതനും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഇവിടെയും പ്രാർത്ഥനയ്ക്കകത്ത് ഉള്ള ദൈവദൂതന്മാരുടെ സാന്നിധ്യം, ഇവിടെ രണ്ട് ദൂതന്മാരുടെ സാന്നിധ്യം കാണും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതായ അല്ലെങ്കിൽ ഗബ്രിയേൽ ദൂതനും ഇന്ന് പഠിക്കാൻ പോകുന്ന മീഖായേൽ ദൂതന്റെയും ഒരു സാന്നിധ്യം കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു സാധാരണ ലോക മനുഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ ലോകപരമായി ഒരു ദൈവം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കല്ലിനെയോ മുള്ളിനെയോ ഏതിനെ ആയിക്കൊള്ളട്ടെ, ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, അവർ ദൈവം എന്ന് ചിന്തിച്ച് നിലവിളിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് നിലവിളിയുടെ മറുപടിയായി നൽകുന്നത്, അത് ഓർക്കണം, പിശാചിന്റെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ലൂസിഫറിന്റെ സംഘം ആ വിഷയം ഏറ്റെടുത്ത് എന്ത് ചെയ്യും? തിരിച്ച് മറുപടികൾ കൊടുക്കും. എന്നാൽ ഒരു ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധാരണ ഒരു പ്രാർത്ഥനാ ജീവിതമല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഒന്ന്, ഹല്ലേലൂയ സ്തോത്രം, റിക്വസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷ പോലുള്ള പ്രാർത്ഥന. രണ്ട്, ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ് ആൻഡ് us, ദൈവവുമായിട്ടുള്ള ആശയവിനിമയം ഉള്ള പ്രാർത്ഥന. ഇപ്പൊ രണ്ട് പ്രാർത്ഥന, ഒന്ന് റിക്വസ്റ്റ്, അപേക്ഷിക്കാം, രണ്ട് ദൈവവുമായി സംസാരിക്കാം. അപ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രാർത്ഥന എന്താണ്? ഒരിക്കലും ഒരു അപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ തെറ്റല്ല. നമുക്ക് അപേക്ഷിക്കാം, ദൈവത്തോട് യാചിക്കാം. യാചിപ്പിനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിനെന്നാൽ കണ്ടെത്തും, മുട്ടുവിനെന്നാൽ തുറക്കപ്പെടും. ഇതൊക്കെ ദൈവം തന്ന അനുവാദമാണ്. പക്ഷേ ഒരു ദൈവം അങ്ങനെ സംബന്ധിച്ച് ദൈവം നമ്മെ കർത്താവായ യേശുക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്തം, ഹല്ലേലൂയ, കാൽവരി ഗിരിമുകളിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന്, പ്രായചിത്തമായി തീർന്ന്, ആ രക്തം നമ്മുടെ ശരീരത്തിൽ തളിച്ച്, അങ്ങനെയുള്ള ദൈവമകനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അപേക്ഷപൂർവ്വ അനുഭവമല്ല, ദൈവവുമായി ആശയവിനിമയം നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. റിക്വസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്താണ്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപേക്ഷ എന്ന് പറയുന്നത് അതിന്റെ ആഴം, ബന്ധത്തിന്റെ ആഴം അനുസരിച്ചായിരിക്കും ഈ അപേക്ഷയും നമ്മുടെ ഈ സംസാരവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറയുന്ന ഭാഗമാണ്, നമ്മുടെ മുഖ്യമന്ത്രിയോടോ പ്രൈം മിനിസ്റ്ററിനോടോ നമുക്ക് ഏത് വിഷയം എന്ത് ചെയ്യാം? അറിയിക്കാം. എങ്ങനെ? നമുക്ക് റിക്വസ്റ്റ് ഇടാം, നമുക്കൊരു ഇമെയിൽ വഴിയൊക്കെ എന്ത് ചെയ്യാം? റിക്വസ്റ്റ് ഇടാം. പക്ഷേ ആ പ്രൈം മിനിസ്റ്ററിന്റെയോ ചീഫ് മിനിസ്റ്ററിന്റെയോ മക്കൾക്ക് ഒരിക്കലും എന്ത് ചെയ്യണ്ട? റിക്വസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയി പറയാം. ഇതാ ദൈവം നമുക്ക് നൽകിയതായ ഒരു അനുഭവം. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിൽ യെരുശലേമിന്റെ തിരശ്ശീല എന്ത് ചെയ്തു? മേൽ തൊട്ട് അടി വരെ എന്ത് ചെയ്തു? കീറുവാനായിട്ട്. എന്താണെന്നറിയാമോ അതിന്റെ അവിടെ നടന്ന സംഭവം? എന്തുവാ? നമുക്ക് എവിടെ കയറി ചെല്ലാം? കൃപാസനത്തിലേക്ക് എന്ത് ചെയ്യാം? കയറിപ്പോയി അതിവിശുദ്ധ സ്ഥലത്ത് പോയി ദൈവത്തോട് നമ്മുടെ വിഷയങ്ങൾ ഡയറക്റ്റായി പറയാം. അപ്പോൾ ഓർക്കണം, ഡയറക്റ്റായി പോകണമെങ്കിൽ, അതിവിശുദ്ധ സ്ഥലത്ത് നാം ആകണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥകൾക്ക് ഒരു മാറ്റവുമില്ല. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന വ്യക്തിക്ക് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പോയി നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, നമുക്ക് ഹല്ലേലൂയ ബന്ധമില്ല എങ്കിൽ, ഒരു അപ്പാ പിതാവ് എന്ന് വിളിക്കപ്പെടുവാൻ നമുക്കൊരു ബന്ധം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ,
നമുക്കൊരിക്കലും കൃപാസനത്ത് നിന്നുകൊണ്ട് തിരികെ വരേണ്ടി വരുന്ന അനുഭവമായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെ ഒരു അനുഭവമല്ല പുതിയ നിയമ വിശ്വാസികളായ നമുക്കോരോട് നൽകിയതെന്നറിയാമോ? പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന്, അപ്പാ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന പുത്രത്വന്റെ ആത്മാവിനെ തന്ന് നമ്മെ ദൈവം ആക്കി വെച്ചത് കൃപാസനത്ത് പോയിട്ട് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് തിരികെ വരുവാനല്ല, അതിവിശുദ്ധ സ്ഥലത്ത് പോയി ദൈവത്തോട് നിലവിളിച്ച്, ദൈവത്തോട് സംസാരിച്ച്, ദൈവത്തിന്റെ ചില മറുപടികൾ കേൾക്കുവാൻ ദൈവം നമ്മെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഡയറക്റ്റായി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു അവസരം നൽകിയിരിക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ പല മധ്യസ്ഥന്മാരും നമുക്ക് വേണ്ട എന്ന് പറയുന്നതിന് കാരണം, ഒരു മറിയയെയും നമുക്ക് ആവശ്യമില്ല, ഒരു യോസഫിനെയും നമുക്ക് ആവശ്യമില്ല, ഒരു പത്രോസ്ലീഹായെയും നമുക്ക് ആവശ്യമില്ല, ഒരു പൗലോസിനെയും നമുക്ക് ആവശ്യമില്ല, ഒരു വിശുദ്ധന്മാരെയും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വിഷയങ്ങൾ ഡയറക്റ്റായി പറയുവാൻ ദൈവം ഒരു അവസരം നൽകിയിരിക്കുമ്പോൾ അപ്പാ പിതാവ് എന്ന് വിളിക്കപ്പെടുവാൻ ഉത്തരവാദിത്തത്തോടെ ദൈവസന്നിധിയിൽ വരുന്ന ഏത് വ്യക്തിക്കും ഡയറക്റ്റായി നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു കുമ്പസാര കൂട്ടും ദൈവത്തിന് നമുക്ക് വേണ്ട. അതെന്തിനാണെന്നറിയാമോ? ദൈവവുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നൊരു അനുഭവമാണ് കുമ്പസാരക്കൂട്ടാണെങ്കിൽ. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധൻ പറയുന്നു, നമ്മുടെ വിഷയങ്ങൾ ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ, ഏത് കണ്ണുനീരിന്റെ അനുഭവമായിക്കൊള്ളട്ടെ, ഏത് മരണത്തിന്റെ താഴ്വരയായിക്കൊള്ളട്ടെ, അവിടെ ഒന്ന് മുഴങ്കാൽ മടക്കിയാൽ അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ദൈവത്തോട് നിലവിളിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഒരു അവകാശം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ദൈവവും നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ആൻഡ് us, ദൈവവുമായിട്ടുള്ള ആശയവിനിമയം. പക്ഷേ ദൈവവുമായിട്ടുള്ള ആശയവിനിമയം നടത്തുമ്പോഴും, ഹല്ലേലൂയ, സ്തോത്രം, ഈ നമ്മൾ പറയുന്ന മാനുഷികമായി പറയുന്ന ചില വാക്കുകൾ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ എത്താതിരിക്കുവാനും, ഇനി ദൈവം പറയുന്ന കാര്യങ്ങൾ, തിരികെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അത് പതിക്കാതെ മനസ്സിനെ കുരുടാക്കി വെക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെയും ഹല്ലേലൂയ തട്ടി മാറ്റുവാൻ ദൈവം നമ്മോട് കൂടെ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചില ദൂതന്മാരാണ് ഈ മീഖായേൽ എന്ന് ദൈവവചനം ഇവിടെ വ്യക്തമായി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ, ഒന്ന് അപേക്ഷയുണ്ട്, രണ്ട് ദൈവവുമായിട്ടുള്ള ആശയവിനിമയം ചെയ്യാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്നാൽ ഈ ദൈവവുമായിട്ടുള്ള ആശയവിനിമയത്തിലും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് ദൈവവുമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് ദൈവദാസൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കണമെന്നില്ല. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് നിരാശയില്ലാത്ത ജീവിതമല്ല. അതിനെപ്പറ്റി ഞാൻ ഒന്നും തൊടാൻ ആഗ്രഹിക്കുന്നില്ല. തോൽവികളില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഈ തോൽവികളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോൽവിയാണെങ്കിലും അത് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ ദൈവത്തിന് മുൻപാകെ അത് തോൽവിയല്ല, ചില വിജയത്തിന്റെ ചില സ്റ്റെപ്പുകളാണെന്ന് നമ്മൾ ആത്മാവിൽ കാണണം, ആത്മാവിൽ കാണണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് നാം അനുഭവിക്കുന്ന ഏതു വിധകളെയും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയം എന്ത് ചെയ്യും? ദൈവം അതിന് മറുപടി നൽകും. പക്ഷേ അവിടെയല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. നമ്മുടെ ജീവിതത്തിൽ അല്ലെ ശദ്രക്, മേശക്, അബേദ്നെഗോ പറഞ്ഞതുപോലെ, എന്നെ ഈ എരിയുന്ന തീച്ചുളയിൽ നിന്നും എൻ്റെ കർത്താവിന്, വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവത്തിന്, ഈ വിഷയത്തിന്, ദൈവത്തിന്, എൻ്റെ വിഷയത്തിന്, എന്നെ എരിയുന്ന തീച്ചുളയിൽ രക്ഷപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പക്ഷേ അതല്ല എൻ്റെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്, അതല്ല എൻ്റെ വിശ്വാസത്തിന് ആധാരം എന്ന് പറയുന്നത്, അതല്ല എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്.
എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ദൈവത്തിന്റെ പദ്ധതിക്കായി കാത്തിരിക്കുന്ന ഒരു വിഷൻ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നൽകുന്ന ചില ഉത്തരം. 2, താമസിച്ച് നൽകുന്ന ഉത്തരം. 3, വൃഥാവായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്ത ചില വിഷയം. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് 2 വിധമാകുന്ന ദൂതന്മാരുടെ സാന്നിധ്യം ഉള്ളപ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ദൂതന്മാരുടെ എന്ന് പറഞ്ഞാൽ ശക്തിമാനായിട്ടും നമുക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള മെസ്സേജുകൾ നൽകുവാൻ സമർത്ഥരായിട്ടുള്ള ഹല്ലേലൂയ ദൂതന്മാർ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 3 ഘടകങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. സ്തോത്രം. എല്ലാ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് എന്ത് ചെയ്യത്തില്ല? ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. അത് ഓർക്കണം. ഈ 3 പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ അപ്പോൾ തന്നെ കിട്ടുന്ന പ്രാർത്ഥനയുടെ മറുപടിയും, താമസിച്ച് കിട്ടുന്ന മറുപടിയും, വൃഥാവായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത് കിട്ടാത്ത ഒരു വിഷയത്തിനകത്തുള്ള മറുപടിയും ദൈവസന്നിധിയിൽ എല്ലാം ഒരുപോലെയാണ്. പരാജയമല്ല, വിജയമായിരിക്കും. തെളിവുണ്ടോ? ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട ഞാൻ എടുത്ത വാരം കർത്താവിന്റെ ദാസൻ പറഞ്ഞുവെങ്കിൽ നമുക്കൊന്നുകൂടെ ആ വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 3ാമത് പറഞ്ഞതായ വൃഥാവായിട്ടുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ദൈവം കേൾക്കത്തില്ല ചില വിഷയങ്ങൾ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 4 വാക്യം. നമ്മൾ ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസൻ വായിച്ച വേദഭാഗമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 4 വാക്യം. ശ്രദ്ധയോടെ കേൾക്കണം. ഈ ഏലിയാവ് എന്ന് പറയുന്നത് നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നെങ്കിലും അവരുടെ അഭിഷേകം എന്ന് പറയുന്നത് സാധാ അഭിഷേകമല്ലായിരുന്നു. കാരണം ദൈവസന്നിധി വില കൊടുത്തു നിൽക്കുന്ന ഒരു അഭിഷേക്തനായിരുന്നു ഏലിയാവ് എന്ന് പറയുന്നത്. തെളിവ് ഒത്തിരിയുണ്ട്. സ്തോത്രം. അവിടെ അല്ലയോ സ്തോത്രം, നമ്മൾ പലപ്പോഴും പറയുന്നത് അല്ലയോ കർമ്മേന്റെ തൊട്ട് തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഈ മതികർത്താവേ എന്ന് പറയുന്ന ഏലിയാവിന്റെ തൊട്ട് തലേ ദിവസമുള്ള വിഷയം എന്നാണെന്നറിയാമോ? എന്നാ? എവിടെയാ നിൽക്കണേ? ഇപ്പൊ എവിടെ നിൽക്കണേ? കർമ്മേലിന്റെ മലമുകളിലാ. ഈ കർമ്മേലിന്റെ മലമുകളിൽ ഒരു വെല്ലുവിളി നടക്കുകയാണ്. എന്നാന്നറിയാമോ? ഇവിടെ യഥാർത്ഥ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അവിടെ ബാൽ പ്രവാചകന്മാരുടെ ഒത്തിരി ശക്തമേറിയിട്ടുള്ള പ്രവാചകന്മാരും അവരുടെ ദൂതന്മാരും ചേർന്ന് അവരെന്ത് ചെയ്യാണ്? ആരാധന നടത്തുകയാണ്. അവിടെ ഓർക്കണം, അവർ ചുമ്മാ ഒരു ചലഞ്ച് ഏറ്റെടുത്തല്ല, അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പൈശാചികമായ മണ്ഡലങ്ങളിൽ രക്തം കൊടുത്തും അവരുടെ ദേവി ദേവന്മാരെ പ്രസാദിക്കുമ്പോൾ അവരുടെ ദൈവം തീ ഇറങ്ങിയതായ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു സാധാരണ ചിന്തയോടുകൂടെയാണ് ബാൽ പ്രവാചകന്മാർ തങ്ങളുടെ പ്രാർത്ഥന ആരംഭിച്ചത്. ഇതാരുടെ മുൻപിലാണ് നടത്തുന്നേ? ദൈവത്താൽ അഭിഷിക്തൻ ഏലിയാവിന്റെ മുമ്പിൽ ആരംഭിച്ചു തുടങ്ങിയത്. സാധാരണയെ തുടങ്ങി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണെന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷേ സിമ്പിൾ അല്ലെന്ന് മനസ്സിലായി, ഒരു അല്പം കൂടെ കട്ടി കൂടി. അപ്പൊ എന്ത് ചെയ്യാൻ ആരംഭിച്ചു? സാധാരണ പ്രാർത്ഥന മാറി രക്തം കൊടുക്കാൻ തുടങ്ങി. ശരീരത്തിലെ ഓരോ രക്തത്തുള്ളികൾ ദേവിക്ക് പ്രസാദിക്കാൻ വേണ്ടി അവരുടെ പ്രാർത്ഥനയുടെ രീതി മാറുകയാണ്. അതിനകത്തും ഒരു മറുപടി കാണാതെ വൈകുന്നേരം വരെ ഹല്ലേലൂയ സ്തോത്രം അവർ വിവിധ നിലവാരങ്ങളിൽ അവരുടെ ദേവി ദേവന്മാരെ പ്രസാദിപ്പിക്കും. എന്ന് പറഞ്ഞാൽ മുൻകാല പ്രാബല്യത്തെക്കാളും തന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ആ അനുഭവങ്ങളുടെ ബേസിൽ ഒരു ദൈവദാസന്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ ഒരു വിധമാകുന്ന അന്യാഗ്നി വെളിപ്പെടുവാൻ എന്റെ ദൈവം അവിടെ അനുവദിച്ചില്ല. പലപ്പോഴും പറയുന്നത് ബാൽപ്രവാചകന് ശക്തിയില്ല, അങ്ങനെ പറയരുത് കേട്ടോ. ബാൽപ്രവാചകന്മാർക്കും ശക്തിയുണ്ട്. ഈ ലോകത്തിലെ ദൈവമായ ലൂസിഫറിന്റെ ആത്മാ വിവിധ തലങ്ങളിൽ ദേവന്മാരായിട്ടും ദേവിമാരായിട്ടും കല്ലുകളുടെ പേരിലായാലും മുള്ളിന്റെ പേരിലായാലും ഏതാലിന്റെ പേരിലായാലും ഏതു വിധത്തിലുള്ള പേരിലായാലും ഒരു ദൈവമെന്ന പേരിൽ അറിയപ്പെട്ട് അവരോട് നിലവിളിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, വിവിധ പേരുകൾ അറിയപ്പെടുന്ന ദേവിമാരെ പോലെ പലവിധമാകുന്ന ദേവി ദേവന്മാരുടെ സാന്നിധ്യം അവിടെ വെളിപ്പെടുമ്പോൾ അവർക്ക് ചില ആൻസർ സാധാരണ നൽകുമെങ്കിലും
ദൈവദാസന്റെ മുമ്പിൽ അവിടെ അതിനൊരു സ്ഥാനമില്ല എന്ന് വ്യക്തമായി തെളിയുവാനിടയായി തീർന്നു. ഞാനൊരു ആ വചനം വായിച്ചു, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ആലോചന എന്നറിയാമോ? അല്ലെങ്കിൽ ആ ചരിത്രം വായിക്കുമ്പോൾ ഒരുപാട് നാളുകളുടെ അനുഭവമുണ്ട് അവരുടെ മുമ്പിൽ, അവരുടെ ദേവിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ദേവന്റെ മുൻപിൽ ദൈവത്തോട് അവരുടെ ദൈവത്തെ നിലവിളിച്ചാൽ സ്വർഗത്തും തീ ഇറങ്ങി അതിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന തരത്തിലുള്ള ശക്തി അവിടെ ഉണ്ടെങ്കിൽ തന്നെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു കാര്യം എന്നറിയാമോ? എന്തുകൊണ്ട് അവിടെ ഒരു സാത്താന്യ ആരാധനയുടെ പൈശാചിക മണ്ഡലം വെളിപ്പാടുന്നതിന് കാരണം, വെളിപ്പെടാതിരുന്നതിന് കാരണം എന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്ന ഒരു പ്രവാചകനായ, ഒരു ദൈവഭക്തനായ ഏലിയാവിന്റെ പാദസ്പർശനം കർമ്മേലിന്റെ മലമുകളിൽ ഉള്ളോടത്തോളം കാലം എന്റെ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ അവിടെ ഒരു അന്യാഗ്നി വെളിപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെതായ പെർമിഷൻ എന്ന് പറയുന്നതിനേക്കാളും അല്പം കൂടെ ആഴമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു അഭിഷിക്തനായ ഏലിയാവേ, നീ അവിടെ ഉള്ളോടത്തോളം കാലം, നീ ആ ദേശത്തിലുള്ളോടത്തോളം കാലം, നീ ആ മലയുടെ മുകളിലുള്ളോടത്തോളം കാലം നിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു അന്യാഗ്നി വെളിപ്പെടത്തില്ല. നമ്മെ മന്ത്രവാദം ചെയ്തും പലവിധമാകുന്ന കണ്ണുകെട്ടിയും നിന്നെ തകർത്ത് കളയുമെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ചില മന്ത്രവാദ ശക്തികൾ, ചില ശകുനവാദികൾ നിന്നെ സന്തോഷിപ്പിക്കത്തില്ല. നിന്റെ കുടുംബജീവൻ തകർത്ത് കളയും, നീ ഒരിക്കൽ നന്മ പ്രാപിക്കില്ല എന്ന് നിലവിളിച്ചുകൊണ്ട് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഏത് മണ്ഡലമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധൻ പറയുന്നു, നിന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്കൊന്ന് പറയാൻ പറ്റും, അപ്പാ എന്റെ അനുവാദമില്ലാതെ ദൈവം എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്ത്, ദൈവം എന്നെ ദേശത്തിന്റെ കാവൽക്കാരനായി അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കയാൽ, അപ്പാ എന്റെ അനുവാദമില്ലാതെ ഈ ദേശത്തിനകത്ത്, ഈ കുടുംബത്തിനകത്ത്, ഈ വ്യക്തിക്കകത്ത് വെളിപ്പെടുവാൻ ശത്രുവേ നിനക്ക് അവകാശമില്ലെന്ന് എത്ര പേർക്ക് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും? ശിവന്റെ നാമത്തിൽ നിന്നെ ഒതുക്കിക്കൊണ്ട് ചില മേഖല ഉണ്ടല്ലോ, നിന്നെ മാനസികമായി ഒതുക്കിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ശാരീരികമായി ഒതുക്കിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ദൈവം അനുവദിച്ച ചില നന്മകൾ നിന്നെ കൊണ്ട് അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവത്താൽ നിർമ്മിതമായ ചില നന്മകൾ നീ ഒരിക്കൽ പ്രാപിക്കലെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ചില ദേശാധിപ ശക്തികൾ, ചില മന്ത്രവാദ ശക്തിയോട് നമുക്ക് പറയാം, ഇല്ല പിശാചേ, ഇല്ല പിശാചേ, എന്റെ പാദസ്പർശനം എന്റെ കുടുംബത്തിൽ ഉള്ളോടത്തോളം കാലം ഒരു ശത്രുവും ഒരു അവകാശം പറയാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം പറയണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ മഹിമയല്ല ഈ രാജ്യത്ത് എത്തിച്ചത്. ഓ ശാന്താരകനഘടകസേ, നിങ്ങളുടേതായ പഠിപ്പിന്റെ ഉന്നതിയല്ല ഈ രാജ്യത്തിനെ കൊണ്ടെത്തിച്ചത്. നിന്നെ പണ്ടേ നിങ്ങൾ തകർത്ത് കളയുവാൻ, ജനനത്തിന് മുൻപേ തന്നെ, വയറ്റിനകത്ത് വച്ച് തന്നെ, ഗർഭസ്ഥ സമയത്ത് തന്നെ ഒതുക്കിക്കളയുമെന്ന് വ്യാപരിച്ച മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു നിന്നെ കരുതിയെങ്കിൽ. മോശ ദൈവത്തിനു വേണ്ടി വെളിപ്പെടുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ ചുമതല ഏറ്റെടുക്കുവാൻ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുമ്പോൾ തന്റെ ജനനത്തിലെ തന്നെ ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ തകർത്ത് കളഞ്ഞ വ്യാപാരം. ഓ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ആൺകുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ, ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നെ കുറിച്ച് ചില പദ്ധതി ഇട്ടിട്ട ഈ ഭൂമിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ ആ പദ്ധതി നടപ്പാക്കാതെ ദൈവം തമ്പുരാൻ നിന്നെ വിടത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ പദ്ധതിക്ക് വ്യാപരിക്കുന്ന ചില മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കേണ്ട ചില ശക്തി നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളോടത്തോളം കാലം, ഏലിയാവേ, നിന്റെ പാദസ്പർശനം കർമ്മേലിന്റെ മലമുകളിൽ ഉള്ളോടത്തോളം കാലം ഒരു അന്യാഗ്നി വെളിപ്പെടുവാൻ ദൈവം അനുവദിച്ചില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം പറയപ്പാ, എന്നെ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുക, എന്നെ നീ അഭിഷേകം ചെയ്തിരിക്കുക. മറ്റാർക്കും നൽകാത്തൊരു അഭിഷേകം, മറ്റാർക്കും നൽകാത്ത കൃപാവരം, മറ്റാർക്കും നൽകാത്ത പ്രാർത്ഥനാവരം എന്റെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, അപ്പാ പിതാവ് എന്ന് വിളിക്കപ്പെടേണ്ട ഒരു പുത്രത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നെങ്കിൽ,
ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങൾ ഓർത്ത് പറയണപ്പാ, ഇല്ല കർത്താവേ, ഞാൻ ഇതിൽ അതിജീവിക്കും, ഞാൻ ഇതിലും അതിജീവിക്കും, എൻ്റെ കഷ്ടപ്പാടിൽ നിന്നും ഞാൻ അതിജീവിക്കും, എൻ്റെ പ്രയാസം നിന്ന് അതിജീവിക്കും. എന്നെ നന്നായി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇവിടെ അത്രയും അധികം അഭിഷേകമുള്ള ഏലിയാവിനെ ഇന്ന് വെൽക്കാൻ ദൈവദാസൻ പറഞ്ഞ പോലെ നിരാശ കടത്തി വിടുക. നിരാശ, നിരാശ. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞുള്ള കാര്യമുണ്ട്, ഏലിയാവേ, നീ ഒന്ന് എഴുന്നേക്ക്, നീ ഒന്ന് എഴുന്നേൽക്ക്. നീ ഇത്രയും നാൾ കർത്താവിന് വേണ്ടി നിന്നതുപോലെ തിരിഞ്ഞൊന്ന് നോക്കാൻ പറ്റുമോ? നീ ആത്മാവിന്റെ കണ്ണൊന്ന് തുറക്ക്. നീ ഹല്ലേലൂയ, വളരെ നിരാശയോടെ, വളരെ പ്രയാസത്തോടെ, ഭയത്തോടെ നീ കാണുന്ന ഇസബേലിനെയും ആഹാബിനെയും അവരെ കുറിച്ചുള്ള പദ്ധതി എന്താ നീ എന്നോട് ചോദിച്ചോ? ഓ ഹല്ലേലൂയ. നമ്മൾക്കാലം വ്യത്യസ്തമായ പരിശുദ്ധാത്മാവ് സഭയോട് ആലോചന നൽകുന്നു. നമുക്കെതിരായി നിൽക്കുന്ന ചില ശത്രുക്കൾ, നമുക്കെതിരായി നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്ന, നമ്മെ ഒതുക്കുമെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കുറിച്ച്, പൈശാചിക മണ്ഡലത്തെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. ആ പദ്ധതി വളരെ വിരൂപമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്ലയോ, ആഹാബിനെ കുറിച്ച് ദൈവം എന്താ വെച്ചിരിക്കുന്നേ? ഏലിയാവ്, നിന്നെ കുറിച്ച് ചൂരച്ചടി തണൽ മരിപ്പാനല്ല, നിനക്ക് ചില യാത്രയുണ്ട്, ചിലരെ അഭിഷേകം ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, ഇവിടെ കിടന്ന് മരിക്കാനല്ല, അന്ത്യകാലഘട്ടത്ത്, അപ്പോഴത്തെ അല്ല കേട്ടോ, ഏറെ വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം ഈ ലോകത്തിൽ സാക്ഷികളായി നിന്നെ ജീവനോടെ ശേഷിക്കാൻ ഞാൻ നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു വെച്ചിരിക്കുക. നീ ആത്മാവിൽ കാണ്, ആത്മാവിൽ കാണ്. നിന്നെ കുറിച്ചുള്ള പദ്ധതി ആത്മാവിൽ കാണാൻ പറ്റും. പക്ഷേ നീ ഒന്നുകൂടെ ഒന്നുകൂടെ എഴുന്നേക്ക്. നിനക്കെതിരായി നിൽക്കുന്ന സഭയാം ചീരത്തോട്ടങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ്, മുന്തിരിത്തോട്ടങ്ങളെ ചീരത്തോട്ടങ്ങളായി പോലും നിന്നെ അല്ലെങ്കിൽ ഫലപ്രദമായ ചില അല്ലെങ്കിൽ മുന്തിരി അനുഭവങ്ങളെ നശിപ്പിക്കുന്ന ബാൽ ശക്തികളെയും ആഹാബ് ശക്തിയെയും നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്നാന്നറിയാമോ? ദൈവവചനം പറയുന്നു, അല്ലെങ്കിൽ നിന്റെ രക്തം നായ നക്കും. അങ്ങനെ അപ്പോയിന്റ്മെന്റ് ചെയ്ത വ്യക്തിയെ കുറിച്ച് നീ നിരാശപ്പെടുന്നേ, നീ അധൈര്യപ്പെടുന്നേ. ദൈവം നിന്നെ കുറിച്ച് വെച്ചെന്തുവാ? അശ്വരേധങ്ങളും അശ്വമേധങ്ങളും ചുഴലിക്കാറ്റിൽ സ്വർഗത്തിൽ നിന്നും ഡയറക്റ്റായി നിന്നെ എടുത്തുകൊള്ളുവാൻ, മരണം കാണാൻ നിന്നെ എടുത്തുകൊള്ളുവാൻ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ, നീ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ കരുതി, നിന്നെ വേണ്ടി സകല നന്മകളും നൽകി ഞാൻ നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുമ്പോൾ നിനക്കൊന്ന് എഴുന്നേക്കാൻ പറ്റുമോ? ആത്മാവിൽ കാണുന്ന പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഞാൻ ആലോചന നൽകുന്നു. ഇന്ന് അനുഭവിക്കുന്ന വിഷമങ്ങളെ ഓർത്ത്, നിരാശകളെ ഓർത്ത് നിന്നെ ഭാരപ്പെടേണ്ട. നിങ്ങളെക്കുറിച്ച്, താങ്കളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പലപ്പോഴും ചില രോഗങ്ങൾ വരുമ്പോൾ, അപ്പാ എന്നെ നീ എടുത്തുകൊണ്ടാൽ മതി. പലപ്പോഴും പറയാറില്ലേ, മക്കൾക്ക് വേദന നിൽക്കരുതേ എന്നൊക്കെ പല വാക്കുകൾ പറഞ്ഞ് പലപ്പോഴും പൈശാചികൻ പോലും ചെവിയിൽ പോലും മന്ത്രിക്കുന്ന അനുഭവമില്ലേ? അപ്പാ എന്റെ ആത്മാവിനെ നീ എടുക്കണമേ. അങ്ങനെയുള്ള പൈശാചികന്റെ പല പദ്ധതികളും നിന്റെ ചെവിയിൽ മന്ത്രിക്കുമ്പോഴും, നിന്റെ സാഹചര്യങ്ങൾ ഓർത്ത് ചില വിലയിരുത്തിക്കൊണ്ട് ഇന്ന് നിന്നെ മുമ്പാകെ പിശാചി പല പദ്ധതിയുമിട്ട്, ചില ചൂണ്ട പോലെ ചില മനുഷ്യന്മാരെ ഉയർത്തി മനുഷ്യനെ പോലും പൈശാചിന്റെ കരമായി വെളിപ്പെടുത്തുമ്പോൾ പകൽക്കാലം അവരുടെ മുമ്പിൽ പരാജയപ്പെടണ്ട. നിന്നെ പരാജയപ്പെടാനല്ല വിളിച്ചത്, ദൈവത്തിന്റെ പദ്ധതിക്കായി വച്ചിരിക്കുമ്പോൾ ഏലിയാവിനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ അടുത്ത് വന്നിട്ട്, ഏലിയാവേ നീ എഴുന്നേൽക്ക, നിനക്കൊരു യാത്രയുണ്ട്. ചില ദൗത്യങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാൻ പറയുന്നു, ദൈവം നിന്നെ കുറിച്ച്, താങ്കളെ കുറിച്ച് ഇന്ന് വരെ പ്രാർത്ഥിച്ച മതി കർത്താവ് എന്ന് പറയുവാനല്ല, ഇനി ഒരുപാട് ഓടുവാനുണ്ട്, ഒരുപാട് ഓടുവാനുണ്ട്, ഒരുപാട് ഓടുവാനുണ്ട്. ചിലർ അഭിഷേകം ചെയ്യാനുണ്ട്. ദൂതൻ നിന്നെ ശക്തീകരിക്കുവാനിടയായി തീരും. ഇന്ന് കണ്ണുകളും കൂടാ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാം, അപ്പാ എൻ്റെ കൃപയല്ല, എൻ്റെ ബലമല്ല, എൻ്റെ ശക്തിയല്ല, ദൈവത്തിൻ്റെ കൃപയാണ്, കൃപയാണ്, കൃപയാണ്. ആ ശക്തിയുടെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച്
ഇന്ന് പകൽക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആലോചന ഒന്നുകൂടെ പറയുന്നു. ഇസബേലിനെ കുറിച്ചും അല്ലെങ്കിൽ ആഹാബിനെ കുറിച്ചും നീ ഭയപ്പെടുന്നുവെങ്കിൽ അവരെക്കുറിച്ച് ദൈവം ആക്കി വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ അന്ത്യം വല്ലാത്ത അന്ത്യമാണ്. അവരുടെ അന്ത്യം ദൈവം വ്യക്തമായി പറഞ്ഞു, നിന്റെ രക്തം നായ നക്കും. മനുഷ്യനൊന്ന് അടക്കം പോലും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ നല്ലൊരു അടക്ക ശുശ്രൂഷ പോലും കിട്ടത്തില്ല എന്ന് ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്ന, ദൈവം അവരെ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചിരിക്കുന്ന അങ്ങനെയുള്ള മനുഷ്യന്റെ വാക്കുകൊണ്ട് നീ ഭാരപ്പെടുന്ന പകൽക്ക് ചൂടാവാല ഹംദനാരകനഘടകസി. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് ഹിതമില്ലാതെ പോയാൽ ദൈവവചനം പൗലോസ് പറയുന്നു, ഞാൻ അവരെ നികൃഷ്ട ബുദ്ധി കേൾപ്പിക്കും. അങ്ങനെയുള്ളവരെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ദൈവവചനം പറയുന്നു, ഫറവോന്റെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്തു? കഠിനപ്പെടുത്തി. അങ്ങനെ ദൈവം ആക്കി വെച്ച് കഠിനപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എതിർപ്പിനെയും കണ്ട് ഭാരപ്പെടുവാനല്ല, ദൈവം താങ്കളെ കുറിച്ച് ചില അപ്പോയിന്റ്മെന്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ദൈവം താങ്കളെ കുറിച്ച് ചില പർപ്പസ്, പദ്ധതിയുണ്ട്. അതിനെ ഓർത്ത് സന്തോഷിക്കുവാൻ ദൈവാത്മ എന്ന് പോലെ ആലോചന നൽകുമ്പോൾ നമുക്കൊന്ന് സമർപ്പിക്കാം. അപ്പാ, ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ മാറി. കഴിഞ്ഞ നാളുകൾ നിനക്ക് വേണ്ടി എഴുതി വെച്ച ചില തലവരകൾ പോലെ, മാനുഷ്യമ ചില വിധികൾ പോലെ, നിന്റെ വിധി ഇതാണ്, നിന്റെ ജീവിതം ഇവിടെയാണ്, നിന്റെ വിദ്യാഭ്യാസം ഇവിടെയാണ് എന്ന് എഴുതി വെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ വിധിയെല്ലാം മാറ്റി, ദൈവം മാറ്റിയില്ലേ? കുഞ്ഞിലേ മുതൽ തന്നെ ആ വളർച്ചയിൽ നമുക്ക് സന്തോഷിക്കാൻ വകയില്ലാതിരുന്നപ്പോൾ ആ വളർച്ചയെല്ലാം സന്തോഷമാക്കി തീർത്ത് ദേശത്തിന് മധ്യ മാനിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കണം, ആ ദൈവം അന്ത്യവരെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആ ഏലിയാവിന്റെ വൃഥാവായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു, കർത്താവേ മതി കർത്താവേ. പക്ഷെ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ നമുക്കും കേട്ടിരുന്നെങ്കിൽ നമ്മളും പലപ്പോഴും മണ്ണടിഞ്ഞ് അവിടെയും നമ്മുടെ പലരുടെയും ഓർമ്മയെന്ന് പോലും മാറേണ്ട സാഹചര്യങ്ങൾ കഴിഞ്ഞു. എങ്കിലും കൃപയാ നമ്മെ നിലനിർത്തുന്ന കാരണം ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. പല അപകടങ്ങൾ, പല രോഗങ്ങൾ, പലവിധമാകുന്ന കൊറോണ പോലുള്ള പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ഇന്ന് നിലനിൽക്കുന്നതിന് കാരണം they have some special സ്തോത്രം purpose of God. ദൈവത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശം നിന്നെ കുറിച്ചുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങ് എന്നെ ആക്കി വെച്ച സമയം വരെ ഞാൻ ഈ ഭൂമി ജീവിക്കും, ഈ ഭൂമി ഞാൻ ജീവിക്കും. കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ എൻ്റെ ആത്മാവിനെ അപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുന്നത് വരെ ഞാൻ ദൈവമാക്കി വെച്ചതുപോലെ ഞാൻ ജീവിക്കും. താവേ, എൻ്റെ ജീവിതത്തെ നീ ശുദ്ധീകരിക്കണം. ഞാൻ ഈ ദേശത്തുള്ളിടത്തോളം കാലം, ഞാൻ ഈ സഭയിലുള്ളിടത്തോളം കാലം, ഞാൻ ഈ കുടുംബത്തിലുള്ളിടത്തോളം കാലം ഒരു ശത്രുവിന്റെ പദ്ധതി തൊടുവാൻ അനുവദിക്കില്ല. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, വൃഥാവായിട്ടുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല. താവിന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ വൃഥാവായി പോയ പല പ്രാർത്ഥനകളുണ്ടെങ്കിൽ ദൈവം ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പ, അങ്ങയുടെ പദ്ധതിക്കായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പാ, ഏലിയാവ് നിരാശപ്പെട്ടെങ്കിലും കർത്താവ് നിരാശയെന്ന് കയറ്റുവാൻ ദൈവം ദൂതന്മാരെ ആക്കി വെച്ചതുപോലെ അപ്പാ, ഞങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തണം അപ്പാ. ഈ പ്രതികൂല കാറ്റ് ശക്തിപ്പെടുത്തണം അപ്പാ. ഞങ്ങൾ പലപ്പോഴും കഴിയുന്നില്ല അപ്പാ, ഞങ്ങൾ കഴിയുന്നില്ല കർത്താവേ. അങ്ങയുടെ ദൂതന്മാരെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ എനിക്ക് വേണ്ടി അപ്പോയിൻമെന്റ് ചെയ്യണം അപ്പാ. പൽക്കാലം കഴിയാത്ത സാഹചര്യങ്ങളിൽ മാനുഷികമായ പല ബലങ്ങളും ബലക്ഷീണമാകുമ്പോൾ നമ്മെ കരുതും ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കാമോ? നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊണ്ട് ദൈവവചന പ്രകാരം ജീവിക്കുവാൻ ദൈവ ഭാഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം കർത്താവിൻ ദാസൻ പറഞ്ഞു.